നമ്മൾ പുതിയതായിട്ടൊരു വീട് വെക്കുമ്പോൾ അതിൽ പ്ലാസ്റ്ററിങ്ങിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതായിട്ട്, പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുന്നേ ഭിത്തി ഒരിക്കലും നനയ്ക്കാൻ പാടില്ല. തലേ ദിവസം നനച്ച് നെക്സ്റ്റ് ഡേ ഡ്രൈ ചെയ്തതിനു ശേഷം മാത്രമേ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സർഫസിൽ പ്ലാസ്റ്റർ പിടിക്കാണ്ട് അത് വേസ്റ്റേജ് ആയി പോകാൻ നല്ല ചാൻസസ് കൂടുതലാണ്. ഇപ്പം ഈ ഭിത്തി തന്നെ നല്ല രീതിയിൽ നനഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പകരം ഈ ഭിത്തി നോക്കുവാണെങ്കിൽ തലേ ദിവസം നല്ല രീതിയിൽ നനച്ച് ഡ്രൈ ആയിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. സോ നമ്മുടെ പ്ലാസ്റ്റർ അതിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് താഴേക്ക് വേസ്റ്റേജ് ആയിട്ട് പോകാണ്ടിരിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം ഹാക്കിംഗ് ആണ്. ഇപ്പം ഈ ഒരു ഭിത്തി തന്നെ കണ്ടു, ഇതൊരു കോൺക്രീറ്റ് ആണ്. ഇതിൽ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ സർഫസ് ഇരിക്കുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ റഫാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു സീലിംഗ് കണ്ടോ, ഇത് നല്ല രീതിയിൽ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് ആ പ്ലാസ്റ്റർ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് താഴേക്ക് വരാനുള്ള എല്ലാ ചാൻസസും കുറവാണ്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം മെഷ് ഫിക്സിംഗ് ആണ്. അതായത് കോൺക്രീറ്റ് സർഫസും അതുപോലെ തന്നെ ബ്രിക്ക് സർഫസും ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ മെഷ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാസ്റ്റർ അതിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വിള്ളൽ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബുൾ മാർക്കിംഗ്. അതായത് നമ്മുടെ സർഫസിൽ കൃത്യമായിട്ടുള്ളൊരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുൾ മാർക്കിംഗ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഡേർട്ടോ ഓയിലോ അതുപോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.